അപ്പോൾ നമ്മളൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും. അപ്പോൾ അതൊന്ന് പോഞ്ഞ് വരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചേക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത കക്കിറച്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കിലോ കക്കിറച്ചിയാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഇനി കക്കിറച്ചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കക്കിറച്ചി നല്ലോണം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം നമ്മളൊരു 3/4 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ച് നമുക്കൊന്ന് അപ്പോൾ നമ്മുടെ കക്കിറച്ചി വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കക്കിറച്ചി ഈ ഒരു ചട്ടിയിൽ നിന്ന് കോരി മാറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. കക്കിറച്ചി തോരൻ തയ്യാറാക്കാനായിട്ട് നമ്മളൊരു കാസ്റ്റ് ചെയ്യേണ്ട തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ്. പിന്നീട് നീളത്തിൽ കട്ട് ചെയ്ത ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസ് 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് 4 പച്ചമുളക് വലുത് കട്ട് ചെയ്താണ്. അത് നമുക്ക് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സവാളയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കക്കിറച്ചി നമ്മൾ ലേശം ഉപ്പ് ചേർത്താണ് വേവിച്ചത്. മസാലയ്ക്ക് എന്തായാലും ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മല്ലിപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടി ചേർക്കാം. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കക്കിറച്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം നമുക്ക് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിക്കാം. ഇപ്പോൾ കക്കിറച്ചി തവകരം നല്ലോണം മുരിഞ്ഞു വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കക്കിറച്ചി നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുരുമുളക് ചതച്ചത്, അതായത് ക്രഷ്ഡ് പെപ്പർ ചേർത്ത് കൊടുക്കാം. പൊടിയല്ല, ഇത് കുരുമുളക് നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താണ്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കക്കിറച്ചി മസാലയും നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 മുറി തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. തേങ്ങ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് 2 മിനിറ്റ് നമുക്ക് അടപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് നമുക്ക് നമ്മുടെ കക്കിറച്ചിയുടെ തവ നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടതിന് ശേഷം 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റൗവിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.